ഹനുമാൻ തന്നെ വന്നു. നിസ്സാരമായിട്ട് കടിച്ചു തീരുന്നു നോക്ക്. ചിരുന്നുണ്ടോ പവറുണ്ടോ? ആ ചിരുന്ന് പവറുണ്ടോ? ഉണ്ടോ? അത്രയും വലിയ ശക്തിയുണ്ടോ? അത്രയും അതിന്റെ ചീറ്റയ്ക്ക് ഇങ്ങോട്ടാണ് ഞാനിപ്പോ ചത്തേനെ. മൈക്ക് കണ്ട് ദേഷ്യം കണ്ട് തിരിച്ചു പോ. നിങ്ങൾ വിചാരിക്കും ഞാനിത് എങ്ങോട്ടാ തേങ്ങ കൊണ്ട് പോകുന്നതല്ലേ? തേങ്ങ പൊതിക്കുന്ന ഒരു യന്ത്രത്തിൽ തപ്പിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞ് ഏത് തേങ്ങയായാലും പുള്ളി പൊതിക്കും. അത് കൊട്ടത്തേങ്ങ ആയാലും പറയുന്ന കരിക്കായാലും എന്ത് കണാകുണ തേങ്ങയായാലും പുള്ളി നിസാരമായിട്ട് പല്ലുകൊണ്ട് പൊതിക്കും. പുള്ളിക്ക് പണ്ട് എന്തായിരുന്നു ജോലി എന്നറിയാമോ? കേരളത്തിൽ മൈക്കാട് പണിയായിരുന്നു. എന്ന് പറയുന്നത് തട്ടിൻ്റെ പണിയുണ്ടല്ലോ, അതൊക്കെയായിരുന്നു. അവസാനം പുള്ളി ഈ ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് ഇനി കഷ്ടപ്പെടാൻ വയ്യ, ആർക്കു വേണ്ടി കഷ്ടപ്പെടുന്നത്? അങ്ങനെ പുള്ളിയുടെ തലയിലേക്ക് ഒരു വലിയ ചിന്ത വന്നു. അതെ, എന്തുവാ, ദൈവമായിട്ട് മാറിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പൈസ വരും, സുഖമായിട്ട് ജീവിക്കാം. അങ്ങനെ കുറേ നമ്പറുകളൊക്കെ കാണിച്ച് തേങ്ങ പൊതിക്കും, പാമ്പായിട്ട് മാറും, സിംഹമായിട്ട് മാറും, കടുവയായിട്ട് മാറും എന്ന് വേണ്ട സകല തരികടയുമായിട്ട് ജീവിക്കുന്ന ചെല്ലതൊരു സമയത്ത് പെണ് വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ കാഴ്ച നിങ്ങൾ കാണണം കേട്ടോ. ഒരുപാട് സംഭവം ഈ തേങ്ങ കടിച്ച് പൊതിച്ചു കളയും. അത് മാത്രമല്ല പാമ്പായിട്ടൊക്കെ മാറും എന്നൊക്കെ പറഞ്ഞേക്കുന്നത്. അങ്ങനെ എല്ലാവിധത്തിലും ദൈവമായിട്ട് സസുഖം വാഴുന്ന ചെല്ലദുരൈ സ്വാമിയെ തപ്പി ഇതേ ഇങ്ങനെ പോവുകയാണ് ഈ തേങ്ങയും കൊണ്ട്. ഇനി നിങ്ങൾ മൊത്തം കാണണം കേട്ടോ, സ്കിപ്പ് ചെയ്യരുത്. ഇത് ഭയങ്കര കാഴ്ചയായിരിക്കും. ഇതേ ഇത്രയും മനോഹരമായിട്ടുള്ള ഈ വീട്ടിലാണ് താമസിക്കുന്നത്. ഈ ദൈവങ്ങളുടെയൊക്കെ വീടുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനെയുള്ള ചെറ്റക്കുടിലേക്ക് താമസിക്കുന്നത്. വലിയ സെറ്റപ്പൊക്കെ ഒന്നുമില്ല കേട്ടോ. ഇങ്ങനെയുള്ളത് ഓട് മേഞ്ഞ ഷീറ്റ് മേഞ്ഞ വീട്ടിലാണ് പുള്ളി താമസിക്കുന്നത്. ഈ കിട്ടുന്ന പൈസയൊക്കെ ഇവരെന്ത് ചെയ്യുന്നത് എനിക്കൊരു പിടിയുമില്ല. അങ്ങനെ ആ ചെല്ലദുരൈ സ്വാമിയുടെ ആ ശബ്ദത്തിലേക്ക് ഇങ്ങനെ വലത് കാല് വെച്ച് ഇങ്ങനെ കയറുകയാണ്. ഇതാണ് നമ്മുടെ സാക്ഷാൽ ദൈവം. കാരണം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് ഭയങ്കരമായ കഴിവാണുള്ളത്. ഏത് സമയത്ത് ഏത് ദൈവം വരും. അതുകൊണ്ട് ഇദ്ദേഹം കടിച്ചു പറിച്ച് തേങ്ങകളാണ് തിന്നുന്നത്. തേങ്ങ കടിച്ചു പൊതിച്ച് കളഞ്ഞേക്കുന്നത്. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ദേഹത്ത് ആഞ്ജനേയം വന്നു കഴിഞ്ഞാലാണ് ഈ സംഭവം. ഇത് അങ്ങോട്ട് കാണിച്ച് ആഞ്ജനേയം കടിച്ചു പറിച്ച് തേങ്ങകൾ കണ്ടോ? ഇതെല്ലാം അതാണ് ആഞ്ജനേയൻ ദേഹത്ത്. ആഞ്ജനേയൻ ഹനുമാൻ, മലയാളത്തിൽ പറഞ്ഞ പച്ച മലയാളത്തിൽ പറഞ്ഞ ഹനുമാൻ തിന്ന് ചവച്ചു തുപ്പിയ തേങ്ങകളാണ് അവരെല്ലാം കാണുന്നത്. അങ്ങനെ ആഞ്ജനേയം വന്നു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. ഇവിടെ എല്ലാം അതിന്റെ അവശിഷ്ടങ്ങൾ കാണുന്നത്. എല്ലാം പറക്കി അങ്ങോട്ടും കേട്ടേക്കാം. അപ്പൊ ഇനി നമുക്ക് സ്വാമിജിയെ കാണാം. സ്വാമിജി നമസ്കാരം. എന്തെങ്കിലും സൊല്ല്. മലയാളം തെരിയോ? നമസ്കാരം. മലയാളം തെരിയല്ലോ? അറിയാമല്ലോ. അപ്പൊ മലയാളം നന്നായിട്ട് അറിയാവുന്ന കക്ഷിയാ. കേരളമായിട്ടുള്ള ബന്ധം ചോദിക്കട്ടെ. സ്വാമിജി ഒരു മിനിറ്റ് ഇങ്ങോട്ട് വരുമോ? കേരളത്തിൽ വന്നിട്ടുണ്ടോ? അതെ. കേരളത്തിൽ എന്തുവായിരുന്നു ജോലി? അന്ന് കഷ്ടപ്പെട്ട ജോലിയിലായിരുന്നോ? മേശിരിപ്പണിയായിരുന്നു. പാവം. ഇങ്ങോട്ട് നോക്ക്, ക്യാമറയ്ക്ക് നോക്കിപ്പെടാ. അന്ന് കഷ്ടപ്പെട്ട കേരളത്തിൽ എവിടെ വർക്ക് ചെയ്തേക്കുന്നത്? കേരളത്തൂർ, ഇരട്ടുപേട്ട, ചങ്ങനാശ്ശേരി, പാല, അങ്ങനെ സ്ഥലങ്ങളിലെല്ലാം മേശിരിപ്പണി ചെയ്തു അല്ലേ? മേശിരിപ്പണി ചെയ്ത് കഷ്ടപ്പെട്ട് അതിന്റെ കുറച്ച് അധ്വാനമൊക്കെ നമ്മുടെ കേരളത്തിലുണ്ട്. കേരളക്കാരെ മൊത്തത്തിൽ സമ്പന്നനാക്കിയിട്ട് ഇങ്ങോട്ട് വന്നേക്കുന്നത്. എന്തുകൊണ്ട് പിന്നെ ആ ജോലി കളഞ്ഞത് എന്തുകൊണ്ടാ? അല്ല, മനുഷ്യരെ വെച്ച് ജോലി ചെയ്യാൻ പറ്റിയാൽ അതുകൊണ്ട്. അപ്പൊ പിന്നെ ദൈവികത ശരീരത്തിലേക്ക് വന്നു അല്ലേ? അതിനുശേഷം ആ ജോലിയൊന്നും ചെയ്യത്തില്ല. അദ്ദേഹം തുടങ്ങാൻ പോവുകയാണ്. അപ്പൊ തീർന്നു കേട്ടോ. അപ്പൊ അതിന് ഊത്തിന്റെ പരിപാടി തീർന്നു. ഇനി അടുത്തത് ഊത്തിന് തന്നെ ശംഖിന് പ്രത്യേക രൂപമുണ്ട്. കാളയുടെ രൂപമൊക്കെ കേട്ടത് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ശംഖൊക്കെയാണ് കണ്ട. നമ്മുടെ സാധാരണ ശംഖൊന്നും അല്ല കണ്ട. കാളയുടെ തലയൊക്കെ ഉള്ള അതിനകത്ത് പോലൊരു ദൈവികത ഉണ്ടെന്നാണ് പറയുന്നത്. സ്വാമിജി ഇനിയിപ്പം സംസാരിക്കാൻ പറ്റും തോന്നുന്നില്ല. ശരീരത്തിലേക്ക് ദൈവം വരുന്ന സമയമാണ്. ശരീരം ആകെ ഹനുമാൻ തന്നെ വന്നു. നിസ്സാരമായിട്ട് കടിച്ചു തീരുന്നു നോക്ക്. നിസ്സാരമായിട്ട് ഇത് ആഞ്ജനേയനാണ്. ഓ, നല്ല കട്ടിയുള്ള തേങ്ങ കേട്ടോ. നിസ്സാരമായിട്ട് കടിച്ചു പൊതിച്ച് തിന്നുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ നിങ്ങൾ കാണുന്നത്. നോക്ക്, നമ്മുടെ പല്ലുകൊണ്ട് പോലും സാധിക്കാത്ത കാര്യമാണ് ഇത്രയും നല്ല കട്ടിയുള്ള തേങ്ങ. തീർന്നു കേട്ടോ. നോക്ക്, നിസ്സാരമായിട്ട് അരച്ച് കാലയ്ക്ക് കുടിച്ചു കളഞ്ഞു സ്വാമി. ഇതാണ് ഹനുമാന്റെ പ്രത്യേകത. ഉണ്ട്, നമ്മള് ചിരവ് വെച്ച് അല്ലെങ്കിൽ മറ്റേ ഈ പൊതിക്കുന്ന സമാനം വെച്ചാണെങ്കിൽ 2-3 മണിക്കൂർ എടുക്കും. 5 മിനിറ്റ് സംഭവം തീർന്നു. ആ വെപ്രാളം കണ്ടോ? കണ്ടോ? ഇതിപ്പോ നമുക്ക് അറിയത്തില്ല. ഇതിപ്പോ നമ്മൾ സംസാരിക്കുന്ന ആഞ്ജനേയൻ കുടിക്കുന്നുണ്ടോ? ഇതാണ് ആഞ്ജനേയൻ. ദേഹത്ത് വന്നപ്പോഴത്തേക്ക് തീർന്നു. ഉണ്ട്, സംഭവം അടിച്ച് കളിക്കണം. അടുത്ത് പൊതിക്കുവാണ്. നിസ്സാരമായിട്ട് പൊതിക്കുന്ന കേട്ടോ. ഇതൊക്കെ നല്ല കട്ടി തേങ്ങ കേട്ടോ. എന്നിട്ട് പോലും ആ പല്ലിന്റെ ആരോഗ്യം കണ്ടോ? അതാണ് ദൈവ ശരീരത്തിലേക്ക് വരുമ്പോൾ പ്രത്യേകത. കണ്ടോ? എനിക്ക് സത്യം പറഞ്ഞാല്
ഇത് മറ്റേ പാരയൊന്നും വേണ്ട കേട്ടോ. അതെ, ഒരു പല്ല് എന്തോ ഒരു പിടുത്ത് പോലെ തോന്നുന്നു. ഇടയ്ക്ക് ഇളച്ചു പിടുത്തം വന്നു കേട്ടോ, ഇടയ്ക്കൊരു പിടുത്തം വന്നു. ഓ തീർന്നു കേട്ടോ. നിസ്സാരമായിട്ട് പൊളിച്ച് കളഞ്ഞത്. നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകൾ എന്തായാലും ഇവിടെ വന്ന് കണ്ടേ പറ്റത്തുള്ളൂ. എല്ലാ അമ്മമാരും തേങ്ങ കൊണ്ട് വന്നു കഴിഞ്ഞാൽ നിസ്സാരമായിട്ട് ഈ രീതിയിൽ പൊതിച്ച് തരുന്നതായിരിക്കും എന്നുള്ള കാര്യം സന്തോഷപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു. അത് എത്ര വിദഗ്ധമായിട്ടാണ് സ്വാമി ചെയ്യുന്നത്. ഓ പൊതിച്ച് കളഞ്ഞു കേട്ടോ. ഇതാണ് ആഞ്ജനേയൻ. ആഞ്ജനേയൻ്റെ പ്രത്യേകത കണ്ടോ സ്വാമിജി? ഓ പല്ലടന്ന് പോവാന്തോ, എനിക്ക് പേടിയാവുന്നു. പല്ലൊക്കെ തെറിച്ച് പോവാ കേട്ടാ. തീർന്നു, അതിൻ്റെ പരിപാടിയും തീർത്ത്. അപ്പം അങ്ങനെ 2 പിന്നെ കരിക്ക് നിഷ്പ്രയാസം അടിച്ച് വയറ്റിലാക്കി കളഞ്ഞു. കണ്ടാ, ഇതാണ് സംഭവം. വേണ്ടേ ആഞ്ജനേയനാണ് ഇച്ചിരി മുമ്പ് വന്നിരുന്നത്. ഇനിയിപ്പം മുള്ളു ചെരിപ്പിടാൻ പോവുകയാണ്. ഇത് ഏത് ഇത് വരുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് കണ്ടോ, ഇത് സംഭവം വെച്ചാൽ ചില്ലറ കാര്യമല്ല കേട്ടോ. ഇപ്പൊ നമ്മുടെ ഇത് കേരളത്തിന് സ്വത്താണ് തമിഴ്നാട്ടുകാർ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നത്. എന്തായാലും സ്വാമിജി, എനിക്ക് വിശ്രമം കണ്ടോ, പേടിയാവുന്നുണ്ടോ, കണ്ണിന്റെ ഒക്കെ തീവ്രത ഉണ്ടോ? ഏത് ദൈവമായിരിക്കും ക്യാമറ? ഏത് ദൈവമായിരിക്കും? ഹനുമാനാണോ? ഹനുമാൻ തന്നെയാണോ? ദേഷ്യം കണ്ടോ? ദേഷ്യം ഭയങ്കര കേട്ടോ. സ്വാമി എന്തെങ്കിലും ചൊല്ലുവോ? അരുൾവാക്കുമല്ല ചൊല്ലുവോ? ചൊല്ലാൻ പറ്റുമോ? ഇത് ഏത് ദൈവമാണെന്ന് പിടി കിട്ടുന്നില്ല. ഏത് ദൈവം? ഹനുമാനാണോ? ഹനുമാൻ തന്നെയാണോ? മോൻ കണ്ട അറിയാം. അതെ, ഹനുമാൻ നേരത്തെ പോയെന്ന് വിചാരിച്ചു. ഇത് ഹനുമാൻ തന്നെയാണോ? ദേഷ്യം ഭയങ്കര കേട്ടോ. അല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നിനക്ക് വേണ്ടത്? ഞാൻ സ്വാമിയെ കാണാൻ വേണ്ടി വന്നതാ. എന്നോട് ദേഷ്യപ്പെടല്ലേ. കണ്ട് ആ വിശ്വരൂപത്തെ ഞാൻ കണ്ടു സന്തോഷമായി. ഞാൻ ഇതിനു വേണ്ടി മാത്രമാണ് മൈലുകൾ വന്നിട്ടുണ്ടല്ലോ. ഞാൻ ഇതിന് വന്നിട്ടുണ്ട്. കണ്ടോ, കൃത്യം അറിഞ്ഞു കണ്ടോ? ഞാൻ വന്നിട്ടുണ്ട്. പടം എടുത്ത് പക്ഷെ കിട്ടിയില്ല. പതിഞ്ഞില്ല. അന്ന് പതിഞ്ഞില്ല. അതെന്താ പതിയായിരുന്നേ? അന്ന് പതിഞ്ഞില്ല. പക്ഷെ ഈ പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞ പേടിപ്പെടുന്ന രൂപമാണ്. അപ്പൊ ഇതെല്ലാം കൃത്യമായിട്ട് ഞാൻ വന്ന കാര്യമൊക്കെ എങ്ങനെ അറിയാം സ്വാമിജി? അല്ലയോ ദൈവമേ എങ്ങനെ അറിയാം ഞാൻ വന്ന കാര്യം? നിങ്ങളെയൊക്കെ പഠിച്ചത് നിങ്ങൾ വന്ന കാര്യം എനിക്കറിയത്തില്ല അല്ലേ? അറിയാം. ഞാനൊന്ന് ഇരിക്കട്ടെ. ഇതൊന്ന് കാണണ്ട, വിശ്വരൂപത്തെ ഞാനൊന്ന് കാണട്ടെ. ഞാനൊന്ന് ഇരുന്നോട്ടെ. ഇതാണോ? അപ്പൊ എല്ലാ കാര്യം അറിയുന്നുണ്ടോ? ഞങ്ങൾ വരുന്നുള്ള കാര്യമൊക്കെ അറിയാമായിരുന്നോ സ്വാമിജി? അല്ലോ, എല്ലാ കാര്യങ്ങളും എന്താ വേണ്ടത് തനിക്ക്? ഞാൻ വന്നത് അങ്ങ് ആ സ്വാമി ഒന്ന് കാണാൻ, ദൈവത്തെ ഒന്ന് കാണാൻ വേണ്ടിയാ. അങ്ങയുടെ അനുഗ്രഹങ്ങൾ മേടിക്കാൻ വേണ്ടി. കണ്ട് പക്ഷെ ഇത്രയും വലിയ വിശ്വരൂപത്തെ ഞാൻ കണ്ട് പേടിച്ചു ആദ്യം. എന്നും കാണണോ? എനിക്ക് ദാഹിക്കുന്നുണ്ട്. വെള്ളം വേണോ? കരിക്ക് താൻ 2 മേടിച്ചിട്ടുണ്ട്. എനിക്ക് ഒരു 10 കിട്ടിയാലും എന്താ? അയ്യോ, എനിക്ക് കാണണ്ട. അയ്യോ, ഓ പേടിച്ചു കേട്ടോ. സത്യം കൂടെ പേടിച്ചു പോയി. ഇത്ര വലിയ തീവ്രതയായിരുന്നോ? ഞാൻ വിട്ടുപോയി. ഞാൻ 2 മേടിച്ചോളൂ. എന്നോട് ക്ഷമിക്കൂ സ്വാമിജി. എനിക്കറിയില്ലായിരുന്നു ഇത്രത്തോളം കുടിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. സാധാരണ 2 മാത്രമേ ഞാൻ മേടിച്ചോളൂ. ഒരു 10 കിട്ടിയാലും കുടിക്കുമെന്ന് പറഞ്ഞേക്കുന്നത്. അത്രത്തോളം വലിയ സംഭവമാണ്. എനിക്ക് അറിയാൻ പറ്റാതെ പോയല്ലോ ദൈവമേ. ഞാൻ എന്തൊരു മനുഷ്യനാണ്. എനിക്കറിയാൻ പറ്റാതെ പോയി. അത്രയും ദേഷ്യം വന്നിട്ട് കരിക്കിന്റെ എണ്ണം കുറഞ്ഞപ്പോൾ ദേഷ്യം കണ്ടോ? ഇതാണ് ഈ ആഞ്ജനേയൻ വന്നുള്ള കുഴപ്പം. ഇതാണ് ഇഷ്ടംപോലെ വയറ് ഇത്രയും വിശന്നിരിക്കുവാണ്. അതുകൊണ്ടാണ് ഇത്രയും ദേഷ്യം വന്നത്. ഇതിനകത്ത് ഒന്നുമില്ല, വെറും കൊട്ടത്തേങ്ങ. ഞാൻ ശരിക്കും അറിഞ്ഞില്ല. എന്നോട് ക്ഷമിക്കുക. എനിക്കറിയില്ല. ഒന്നും കഴിക്കാൻ കൊടുത്തില്ലല്ലോ. ആ ദേഷ്യം കണ്ടോ? പുറത്തൊന്ന് പടപട ഇടിച്ചു കണ്ടോ? ഇത് സുന്ദര കേട്ടോ.
താൻ വരാന്ന് പറഞ്ഞിട്ട് ഇത്ര ദിവസം എന്തിനാടാ താമസിച്ചത്? ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു, ഞാൻ നാളെ വരട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ സാഹചര്യം കൊണ്ട് പറ്റിയില്ല, അതാണ് ദേഷ്യപ്പെടുന്നത്. ഇന്ന് എന്റെ മോള് ഇവിടെ വരാൻ പറ്റാതെ ദിവസം എന്തിനാ വന്ന്? താൻ പ്രദോഷ ദിവസം വരാൻ മേലായിരുന്നോ? വന്നിരിക്കുവാണെങ്കിൽ ഇവിടെ എനിക്ക് കിട്ടാനുള്ള എല്ലാം കിട്ടിയിരിക്കുമല്ലോ. ഇവിടെ ഒന്നുമില്ല പൂജയ്ക്ക്, എന്തോ ഉള്ളത്? പൂവില്ല, ഒന്നുമില്ല. ഇല്ലാ ദിവസം എന്തിനാ വന്നത്? ചോദിച്ചു വേണ്ടേ വരാൻ? എനിക്ക് വരുന്നത് ചോദിക്കണ്ടേ? പ്രദോഷ ദിവസം വരുവാണെങ്കിൽ 4:30 മണിക്ക് ഈ സമയം കൊള്ളാം. പക്ഷേ എനിക്ക് ആവശ്യമുള്ളത് ഒന്നും ഇവിടെ ഇല്ലല്ലോ. ഒന്നുമില്ല. ഞാൻ സ്വാമിജിക്ക് വേണ്ടി പൂ കൊണ്ടുവന്നിട്ടുണ്ട്, എന്റെ ആഭരണത്തിലല്ലേ ഇട്ടിരിക്കുന്നത്? എനിക്ക് എവിടെയാണോ കൊണ്ടിട്ടിരിക്കുന്നത്? എന്റെ ആഭരണത്തിലല്ലേ ഇട്ടിരിക്കുന്നത്? അത് എനിക്ക് അറിയില്ല, എന്നോട് ക്ഷമിക്ക്. ഞാൻ അങ്ങോട്ട് കാല് പിടിക്കാൻ ക്ഷമിക്ക്, എനിക്ക് അറിയാൻ പറ്റുന്നത്. എന്നെ ശപിക്കരുത്, എനിക്കറിയാൻ പറ്റാതെ പോയി. താനെന്തിനാ ഞാൻ ഇവിടെ ശപിക്കാനാണ് ഇരിക്കുന്നത്? ആരെയും ശപിക്കാനല്ല, രക്ഷപ്പെടുത്താൻ മാത്രമേ ഇവിടെ വന്ന് അമ്മച്ചേ തള്ള സഹിക്കത്തില്ല. സത്യം പറഞ്ഞ എനിക്ക് പേടിയാവുന്നു കേട്ടോ. എന്റെ നെഞ്ചത്താണ് ഇടി വീഴുന്നത് മുഴുവൻ. അടുത്ത ദൈവമേ, കാല് ഈ കാണിയൊന്നും കൊള്ളല്ലെന്ന് പ്രാർത്ഥിക്കുക. ഈ ദൈവമേ, സാധിക്കും ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് പേടിയാ. ഒന്ന് തൊടാൻ പാടില്ല കേട്ടോ, ഈ സമയത്ത് ശരീരത്തിലേക്ക് തൊടാൻ പാടില്ല. അത്രത്തോളം ഭയങ്കരമാണല്ലോ ദൈവമേ, ഇത് എന്തോ ഒരു കഷ്ടമാണ് ദൈവമേ. നമുക്ക് കണ്ണുകൊണ്ട് കൊള്ളു മാറ്റി വെച്ചേക്കാം. ഇനി അടുത്തത് എന്താ ചെയ്യാൻ പോകുന്നത് എനിക്കറിയാം. ഇതുണ്ടോ ഈ യുദ്ധം കളഞ്ഞ അന്തരീക്ഷം, യുദ്ധം നടന്ന അന്തരീക്ഷമാണ് ഇവിടെ കാണുന്നത്. എന്താ ചെയ്യാൻ പോകുന്നത്? സർപ്പോ? പാമ്പോ? പാമ്പോ ആണോ? സർപ്പമാൻ പോകുന്നോ? ദൈവമേ, നോക്ക്, സർപ്പമാൻ പോവാ. അതാണ് ഇവിടുത്തെ അവസ്ഥ. കണ്ട സർപ്പമായി കൈയൊക്കെ മാറിയതാണ്ടോ? ദൈവമേ, നോക്ക്, കൈയൊക്കെ ചുരുട്ടി ഒരു വല്ലാത്ത രൂപത്തിലേക്ക് മാറി കഴിഞ്ഞു കേട്ടോ. അത് നാഗമായി സർപ്പമായി. സർപ്പം എന്താ പൊന്നോ, എനിക്ക് തറയും കൂടെ കുലുങ്ങും കേട്ടോ. എനിക്ക് വയ്യ. നോക്ക്, ഭദ്രകാളിയാണോ? ഭദ്രകാളി. പറഞ്ഞു തരണേ ഇടയ്ക്കിടയ്ക്ക്, നമ്മുടെ ക്യാമറന് ഇതിനെപ്പറ്റി കുറച്ച് ജ്ഞാനമുണ്ട്. ഭദ്രകാളിയായി. എനിക്ക് വയ്യ. നാക്കൊക്കെ കണ്ടോ? ഉഗ്ര രൂപിയായിട്ടുള്ള ഭദ്രകാളി അല്ലേ? അമ്മേ അമ്മേ, അമ്മേ, എന്നോട് ക്ഷമിക്കമ്മേ, എന്നോട് ക്ഷമിക്കമ്മേ. എന്താ മാലയോ? അതിനുവേണ്ടിയാണോ? അതെന്തോ പട്ട്? എന്ത് പട്ട് വേണം? ഇതെന്താ ഇത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് ചെയ്യുമ്പോ പട്ട് കൊടുക്കുന്നതാണോ? പട്ട് കൊടുക്കും കേട്ടോ. മാറി പട്ട് കൊടുത്ത് അമ്മ പട്ട് കൊടുത്തു കേട്ടോ. പട്ട് മുഴുവൻ ദേഹത്തങ്ങ് ചുറ്റി കേട്ടോ. പട്ട് കൊടുത്തങ്ങ് സുന്ദരിയാവുക. ഞാൻ പിടിക്കുന്നില്ല. അമ്മ അതുപോലെ ചുറ്റിക്കോട്ട്. ആ ഭദ്രകാളി അമ്മ ആ പട്ട് ചുറ്റി അങ്ങ് സുന്ദരിയാവുകയാണ്. അതാണ് ഈ കാണിക്കുന്നത്. കണ്ടോ? നമുക്ക് സാരി കൊടുക്കുന്നുണ്ടോ? നമ്മുടെ പെണ്ണുങ്ങൾ പോലും ഒരുപാട് സമയമെടുത്ത് ചുറ്റുന്ന സാരിയാണ് നിമിഷ നേരം കൊണ്ട് നമ്മുടെ ഭദ്രകാളി അമ്മ ചുറ്റുന്നത്. കണ്ടോ? സാരി കൂടുതൽ കൃത്യമാണ് കേട്ടോ. ഒരാണാണ് ചെയ്യുന്നത്, പക്ഷെ പെണ്ണുങ്ങളെ പോലും കടത്തി വിടുന്ന രീതിയിലാണ് സാരി കൊടുക്കുന്നത്. നമ്മുടെ കേരളത്തിലുള്ള സ്ത്രീകൾ സാരി കൊടുക്കാൻ അറിയാൻ വയ്യാത്തവർ തീർച്ചയായിട്ടും വന്നു കഴിഞ്ഞാൽ സാരി കൊടുക്കാൻ പഠിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, ഗംഭീര അടിപൊളി കേട്ടോ. സാരി കൊടുത്ത് ആളങ്ങ് സെറ്റപ്പായി. എന്റെ പൊന്നോ, എനിക്ക് വയ്യ. അപ്പൊ ഇതാണ് കണ്ട സാരി കൊടുത്ത് സുന്ദരിയായല്ലോ. ഇപ്പം സുന്ദരിയായല്ലോ. കണ്ട ഇപ്പാണ് കണ്ട സാരി എടുത്ത് പട്ട് ചുറ്റി നല്ല സുന്ദരി കുട്ടിയായിട്ടിരിക്കുവാണ് ഭദ്രകാളി അമ്മ. ഭദ്രകാളി അമ്മ ഇപ്പം കണ്ട നാക്കൊക്കെ തള്ളി. ഞാനിപ്പോ അമ്മ, എനിക്ക് ഒരുപാട് മാനസികമായിട്ട് ഒരുപാട് പ്രശ്നത്തിരിക്കുവാണ് അമ്മ. എനിക്കൊരു സമാധാനമില്ല, ഉറക്കമില്ല, എനിക്ക് എല്ലാം കൂടെ വിഷയമുണ്ട്. സമാധാനമുള്ള അവസ്ഥ എനിക്കിതാ അമ്മ. എന്റെ മനസമാധാനം പോയി. എനിക്ക് ജീവിതത്തിൽ ഒരു നിരാശയാണ് വെച്ചിരിക്കുന്നത്. ചിരിക്കുവാണോ ചെയ്യുന്നത്? എനിക്കൊരു പരിഹാരം പറഞ്ഞതാ. പ്രദോഷ പൂജയ്ക്ക് വരാൻ കണ്ട മനസ്സിലാവുന്നില്ല. നിന്റെ വീട്ടിൽ നിന്ന് ഒരു തേങ്ങയോ അല്ലെങ്കിൽ ഒരു
നാരങ്ങ എടുത്തോണ്ട് വാ. നാരങ്ങ തേങ്ങയോ? തേങ്ങ അല്ലെങ്കിൽ നാരങ്ങ ഏതെങ്കിലും ഒന്ന് വീട്ടിൽ വെച്ച് എടുത്തോണ്ട് ഇങ്ങോട്ട് വാ. എല്ലാം പറയാം. ഇന്ന് അതിനുള്ള ദിവസം അല്ല. കണ്ടോ, ഞാൻ ആ സമയം തെറ്റി വന്നോണ്ട് എന്റെ മിസ്റ്റേക്ക് എന്നെ പറഞ്ഞാൽ മതി. സത്യം പറഞ്ഞാല് 2 ഗണ്ട സമയത്താണ് വന്നത്. പ്രദോഷത്തിനൊന്നും വന്നായിരുന്നെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ. അപ്പൊ വീട്ടിൽ നിന്ന് തേങ്ങയോ അല്ലെങ്കിൽ നാരങ്ങ എടുത്തോണ്ട് പോവാ, നല്ല പരിഹാരം പറയാന്ന് എന്നെ ഈ അമ്മ പറഞ്ഞേക്കുന്നത്. സൗണ്ട് മാറിയതുണ്ടോ? ലേഡീസ് സ്വരം കണ്ടോ, ഫീമെയിൽ വോയിസ്. ഓ, സ്ത്രീസ്വരം കണ്ടോ, നല്ല പല പല ശബ്ദവും മാറും. അതാണ് ഏറ്റവും വലിയ രസം കേട്ടോ. അപ്പൊ കുതിരകൾ വന്നപ്പോഴത്തേന് സ്ത്രീസ്വരം വന്നു. ഇനി പാമ്പാണ്, ഇനി അടുത്ത സമയം വരുന്ന പാമ്പാണ്. പാമ്പ് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത് എനിക്കൊരു പിടിയുമില്ല. ഞാൻ ആകപ്പാടെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുവാണ്. അതുകൊണ്ട് സാരി കഴിച്ചു മറ്റേ ഈ സാരി ഉടുക്കുന്നതൊക്കെ കണ്ടോ, നിമിഷം നേരം കൊണ്ടാണ് സാരിയൊക്കെ ഉടുക്കുന്നത്. 1 മിനിറ്റ് കൊണ്ട് സാരി ഉടുത്ത് ഭദ്രകാളി അമ്മയായി. അതാണ് എന്നെ അത്ഭുതപ്പെടുന്ന സംഭവം. ഒരു സ്ത്രീകളൊക്കെ, നമ്മുടെ കേരളത്തിലെ സ്ത്രീകളൊക്കെ മണിക്കൂറിലെടുക്കും ഈ ഞൊറിയൊക്കെ എടുത്ത് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വാലൊക്കെ ഇട്ട് ഇങ്ങനെ മേപ്പോട്ടൊക്കെ ഒരുപാട് സമയം എടുക്കും. ഇതൊന്നും വേണ്ട. ഇതാണ് ദൈവികതയുള്ള ഒരാൾക്കുള്ള ഏറ്റവും വലിയ സിദ്ധി. ഇനി അടുത്തതിലേക്ക് പോവുകയാണ്. ഇനി എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുവാണ്. ഞാനിപ്പം ഇത് മോള് എനിക്ക് തന്നേക്കുവാണ്, ഇടുപ്പ് കെട്ടാൻ വേണ്ടി തന്നേക്കുവാണ്. ഈ ഒരു ഇത് നാഗർ വരുമ്പോൾ ഇങ്ങനെ കെട്ടണമെന്നാണ് പറഞ്ഞേക്കുന്നത്, മോള് പറഞ്ഞേക്കുന്നത്. നാഗർ വരാനുള്ള സമയമായോ? ആയല്ലേ? ഓക്കെ, നാഗർ വരാറായി. അപ്പം ഞാൻ കെട്ടാനാണ് പറഞ്ഞേക്കുന്നത്, ഇടുപ്പ് കെട്ടണോ പറഞ്ഞേക്കുന്നത്. വേറെ ഒന്നും വേണ്ടല്ലോ. ഇത് ഒട്ടും ഓക്കെ. ആ, നാഗർ വന്നു. അയ്യോ, ഇതാണ് സംഭവം കണ്ടോ. നാഗരായിട്ട് വന്ന് ഇതാണ് പാമ്പ് ഇഴയുന്നത് കണ്ടോ. ഈ സിമെന്റ് തറയിലാണെന്ന് ഓർത്തോണം. ദേഹമൊക്കെ മുറിയാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഒരു വിഷയമില്ല. പാമ്പ് ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് പോവുകയാണ്. ദൈവമേ നോക്ക്, ആ കൈയൊക്കെ പോന്ന് പോക്കുണ്ടോ. ആ ശരീരത്തിന്റെ കാലൊക്കെ അനങ്ങുന്ന അതുപോലെ തന്നെയാണ് കണ്ട. എഴഞ്ഞ് പോവുകയാണ്. ഇതെങ്ങോട്ടാ പോകുന്ന അറിയത്തില്ലല്ലോ. ആണ്ടോ, ആ ദേ വന്നത് എവിടെയാ അറിയാമോ? നാഗത്തറയിൽ തന്നെ വന്ന് കേട്ടാ. നാഗത്തറയിൽ വന്ന് എന്താ പാലുണ്ടോ? പാല് ഇച്ചിരി പാലെടുത്ത്. നല്ല മൂർഖനാ അത്. ഇതെന്തോ വെറൈറ്റി പാമ്പ, മൂർഖന്റെ പൈസ സർപ്പം. ഇത്ര അടുത്ത് നിന്ന് കഴിഞ്ഞാല് രാജവമ്പലാണോ? പാമ്പുകളുടെ രാജകുമാരല്ലേ? പാമ്പുകളുടെ രാജവമ്പല. അത് തലയെടുപ്പുണ്ട്. ആ ചിരുന്നുണ്ടോ? പവറുണ്ടോ? ആ ചിരിന് പവറുണ്ടോ? ഉണ്ടോ? അത്രയും വലിയ ശക്തിയുണ്ടോ? അത്രയും അതിന്റെ ചീറ്റയ്ക്ക് ഇങ്ങോട്ടാണെങ്കിൽ ഞാനിപ്പോൾ ചത്തേനെ. എൻ്റെ ദൈവം ഞാനോട് മാറാം. ആ ചീറ്റയ്ക്ക് അങ്ങോട്ടാണെങ്കിൽ രക്ഷപ്പെട്ടു. ഇങ്ങോട്ടാണെങ്കിൽ ഞാൻ ഇപ്പം എൻ്റെ കാറ്റ് പോയാണ്. ക്യാമറ ഒന്ന് മാറ്റി പിടിച്ചോ. ഇത് വിഷം തെറിക്കും. കുറച്ചങ്ങോട്ട് കുറച്ച് പോകാനാ പറഞ്ഞത്. എനിക്ക് നിന്നെ തൂക്കിയെടുത്തിട്ട് പോകാൻ നോക്കത്തില്ല. അത്രയും പവറാണ് എൻ്റെ. കണ്ടോ, ഒരു സൈഡിലോട്ടാണ് വിഷം ചീറ്റുന്നത്. ഇത്രയും നേരം അത് ആകപ്പെട്ട് ദേഷ്യപ്പെട്ട് എന്തിനാ അറിയാമോ? ഈ പാലിന് വേണ്ടിയാണ്. അണ്ട പാലിന് വേണ്ടിയാണ്. തരാം. വെപ്രളം കാണിക്കില്ലേ? തരാം. പാല് കുടിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ശരിക്കും പറഞ്ഞ് ആലോചിച്ച് നോക്കി. നമ്മൾ പാമ്പുകൾ പാല് കുടിക്കുന്നത് നമ്മൾ കേട്ടല്ലേ ഉള്ളൂ. അപ്പോൾ നേരിട്ട് കണ്ടോ, പാമ്പുകൾ പാല് കുടിക്കും. അപ്പോൾ ഇനി അത് വേറെ സംശയമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ലൈവായിട്ട് കാണിക്കുവാണ് പാമ്പുകൾ പാല് കുടിക്കുമോ ഇല്ല. അപ്പോൾ നമ്മൾ സർപ്പകാവിലൊക്കെ 100 പാലും കേട്ടില്ല. കുടിച്ച് തീർത്ത് കേട്ടാ. തീർത്ത് പാല് ഫുള്ള് കുടിച്ച് തീർത്ത്. അതിൻ്റെ ആര് എപ്പോഴാണ് തീർന്നു അല്ലേ? കഴിഞ്ഞ് വെള്ളം കുടിക്കാൻ പോവുക. ആ കുളത്തിന് തീരത്തേക്ക് പോവാം. ഒരു കുളമുണ്ട് കേട്ടോ. ആ കുളത്തിന് തീരത്തേക്ക് പോവാ. ഇനി എന്താ ചെയ്യാൻ പോകുന്ന അങ്ങോട്ട്? ഞാൻ മൈക്കൊന്ന് എടുക്കട്ടെ. അയ്യോ, ഒരു മിനിറ്റ്. വീട്ടിൽ ഒരു മൈക്ക് കുത്തി കിടക്ക്. അതിന് മൈക്ക് കുത്തിയേക്കോ. മൈക്ക് കണ്ട് ദേഷ്യം കണ്ട്. തിരിച്ചു പോവോ? കുറച്ച് ഇറങ്ങത്തില്ല. ഞാൻ പേടിച്ചു കേട്ടോ. അപ്പൊ ഇതിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ മൈക്ക് ഇല്ലല്ലേ? അപ്പൊ എൻ്റെ തുമ്പത്തോ നിൽക്കുന്നുണ്ട്. നോക്കൂ കേട്ടോ. വെള്ളത്തിലേക്ക് ഇറങ്ങുള്ള പരിപാടി നോക്കുവാണോ എന്ന് എനിക്കറിയത്തില്ല. വെള്ളത്തിൽ ഇറങ്ങത്തില്ല. വെള്ളം പാമ്പിന് പൊതുവെ ഇഷ്ടമുള്ള സാധനമാണല്ലോ. വെള്ളത്തിൽ ഇറങ്ങി അതിന് കുടിക്കത്തില്ല. ഇത് കണ്ടോ, എന്ത് പാമ്പ് എന്തോ കണ്ടു കേട്ടോ. വെള്ളത്തിന് എന്തോ മാക്കറിയ തവളയെല്ലാം കണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഇറങ്ങത്തില്ല. തിരിച്ച് അതിന്റെ മാളത്തിലേക്ക് കയറുകയാണ്. കണ്ടോ, എഴഞ്ഞ് എവിടുന്നാണോ അത് വന്നത് അതേ രൂപത്തിലേക്ക് തിരിച്ച് കയറുന്ന കാഴ്ചയാണ് കാണുന്നത്. തീർന്ന് ടയർഡായി പാമ്പ്. അപ്പം അങ്ങനെ ഇവിടെ അതിൻ്റെ
സ്ഥലത്ത് വന്ന് തലയടിച്ച് കിടക്കുകയാണ്. തീർന്നു, എൻ്റെ ഏർപ്പാട് തീർന്നു. ഇത് ഈ മുഖം ഒന്ന് കാണിക്കുക ക്യാമറയ്ക്ക് മുമ്പിൽ. വല്ല ഓർമ്മ ഉണ്ടായിരുന്നോ ചെല്ലതിരുസ്വാമി? ഒന്നുമില്ല. ഇങ്ങോട്ട് നോക്കി. ശരിക്കും പറഞ്ഞാൽ നമ്മളെയൊക്കെ പേടിപ്പിച്ച് ഹനുമാനായിട്ട് വന്ന്, ഭദ്രകാളിയായിട്ട് വന്ന്, ശരിക്കും പറഞ്ഞാൽ പാമ്പായിട്ട് വന്നപ്പോൾ ഞാൻ പേടിച്ചു കേട്ടോ. എന്നെ നേരെ 3-4 ചീറ്റും ബേളവും ഒക്കെ. ഇതൊക്കെ ശരീരത്തിലേക്ക് വരുമ്പോൾ ഓർമ്മയുണ്ടോ സ്വാമിജി? ഒന്നും ഓർമ്മയില്ല, ഒന്നും ഓർമ്മയില്ല. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ ശരിയേത് തെറ്റേത് നിങ്ങൾക്ക് വേണ്ടി മാത്രം പെടുന്നു. എന്തായാലും ചെല്ലതിരുടെ അഭ്യാസങ്ങൾ എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഒരു കിടിലൻ ഇരയുമായിട്ട് വീണ്ടും ഞാനെത്തും. അതുവരെയൊക്കെ എല്ലാ പ്രേക്ഷകർക്കും